ഖുർആനിലൂടെ ജനത്തിന് പല പല ഉദാഹരണങ്ങൾ നൽകിയിട്ടുണ്ട്. അവർക്ക് ബോധം വരാൻ അറബി ഭാഷയിലുള്ള യാതൊരു കോട്ടവുമില്ലാത്ത ഖുർആൻ അവർ ദുഃഖ പര്യവസാനത്തെ സൂക്ഷിക്കുവാൻ അള്ളാഹു ഇതാ ഒരു ഉദാഹരണം പറയുന്നു. ഒരു മനുഷ്യൻ ദുഷ്ടന്മാരും അവനെ താന്താങ്ങളിലേക്ക് പിടിച്ചു വലിക്കുന്നവരുമായ അനേകം യജമാനന്മാർ അവൻ്റെ ഉടമസ്ഥതയിൽ പങ്കാളികളാണ്. മറ്റൊരാളോ ഒരേയൊരു യജമാനൻ്റെ ദാസൻ. ഈ രണ്ടുപേരുടെ അവസ്ഥ ഒരുപോലെയാകുമോ? അള്ളാഹു നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക. അത് കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാ എന്നും പറഞ്ഞിരിക്കുന്നു. പക്ഷേ അധിക ജനവും അറിയുന്നില്ല. ഈ ഖുർആനെ കുറിച്ച് എന്താ പറഞ്ഞത്? യാതൊരു ഭിന്നതയോ വൈരുദ്ധ്യമോ ഇല്ല. തുടക്കം മുതൽ ഒടുക്കം വരെ അത് ഒരേ പ്രമേയവും പ്രമാണവും ചിന്താ കർമ്മ പദ്ധതിയുമാണ് അവതരിപ്പിക്കുന്നത്. നമുക്ക് ഖുർആനിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു കൺഫ്യൂഷനും ഉണ്ടാകുന്നില്ല. ഭയങ്കരമായിട്ടുള്ള ഒരു ഒഴുക്കായിരിക്കും. അതിലെ ഓരോ ഘടകവും മറ്റു ഘടകങ്ങളെ ബലപ്പെടുത്തുന്നു. ഓരോ ആശയവും മറ്റാശയങ്ങളെ സത്യപ്പെടുത്തുന്നു, വിശദീകരിക്കുകയും ചെയ്യുന്നു. അക്ഷരത്തിലും അർത്ഥത്തിലും അഥവാ വാക്കുകളിലും ആശയങ്ങളിലും അത് തികഞ്ഞ ഏകദാനത പുലർത്തുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഖുർആൻ്റെ ആ സത്തം, അതിൻ്റെ ആ അത്ഭുതം, അതിൻ്റെ ആ മാധുര്യം, അതൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ, അനുഭവിച്ചറിയണമെങ്കിൽ അതിലേക്ക് നമ്മൾ ആഴത്തിൽ പോകണം. ഭാഷാപരമായിട്ടാണെങ്കിലും അത് ഭയങ്കര ഭംഗിയുള്ളതാണ്. അള്ളാഹു നമ്മൾ ഖുർആൻ പാരായണം തന്നെയാണെങ്കിലും നല്ല രീതിയിൽ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിന് ഭയങ്കരമായ ഒരു സമാധാനം നമുക്ക് നൽകും. എത്രത്തോളം നമ്മൾ അതിനെ നല്ല രീതിയിൽ സമീപിക്കുന്നോ അത്രത്തോളം റിസൾട്ട് അതിൽ നിന്ന് കിട്ടും. പുറമേ നിന്ന് മാത്രം ഇങ്ങനെ നോക്കി കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും അനുഭവിച്ചറിയാൻ സാധിക്കില്ല. ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ഖുർആൻ പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് അള്ളാഹു സിമ്പിൾ ലാംഗ്വേജിലാണ് ഇറക്കിയിരിക്കുന്നത്. ഏത് രീതിയിലാണെങ്കിലും നമുക്കത് മനസ്സിലാവും. സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള വളച്ചു കെട്ടിയ വർത്തമാനവും അതിലില്ലെന്നർത്ഥം. എന്തുകൊണ്ടാണ് നമുക്കിതിപ്പം ഇതായി പോകുന്നത്? തീരെ ഭാഷയും അറിയാൻ വയ്യാതെ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒട്ടും ടൈം എഫേർട്ട് എടുക്കാത്തത് കൊണ്ട് മാത്രമാണ്. എല്ലാം പഠിക്കാനുള്ള അവസരങ്ങൾ ഇപ്പം നമ്മുടെ കൺമുമ്പിലുണ്ട്. എല്ലാം നമുക്ക് ഈ ദുനിയാവിലേക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് എടുക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ആവശ്യകത നമുക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മൾ അത്രയും നിസ്സാരമായിട്ട് എടുക്കുന്നു. അപ്പോൾ ഇതിൽ തെറ്റെന്ത് ശരി എന്ത് അതൊക്കെ പറഞ്ഞു വരുന്നു. പിന്നെ എന്ത് വിശ്വസിക്കണം, എന്ത് നിഷേധിക്കണം, എന്താണ് കൽപ്പിക്കുന്നത്, എന്താണ് നിരോധിക്കുന്നത്, എല്ലാത്തിനും ഒരു വ്യക്തതയുണ്ട്. അപ്പോൾ ഖുർആൻ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലും ഒരു വ്യക്തത ഉണ്ടാകും. അല്ലെങ്കിൽ ഒരു അനിശ്ചിത ആയിരിക്കും, ഒരു അങ്കലാപ്പായിരിക്കും. എന്ത് ചെയ്യണം, എന്ത് ചെയ്യേണ്ട എന്നുള്ള ഒരു കൺഫ്യൂഷനായിരിക്കും. പക്ഷെ നമ്മൾ ജീവിത പദ്ധതിയാണിത്. ഇതിലേക്ക് നമ്മൾ യാത്ര ചെയ്ത് പോകുമ്പം നമുക്ക് അള്ളാഹുവിൻ്റെ നൂറ് നമ്മൾ വഴി കാണിച്ചു തരും. പിന്നെ അള്ളാഹു ഒരു ഉദാഹരണം ഇതിൽ പറഞ്ഞു തന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഓരോ ആയത്തിനും നമ്മൾ ഒരായത്തെടുക്കുക, അതിൻ്റേതായ നല്ല രീതിയിൽ ടൈം എടുത്ത് അതിൻ്റെ വിശദീകരണം ഉൾപ്പെടെ നമ്മളതൊന്ന് ആ ഒരായത്ത് മാത്രം ഒന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അത് ലൈഫിലൊന്ന് അപ്ലൈ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ നമ്മുടെ ജീവിതത്തിൻ്റെ ആ മാറ്റം നമ്മൾ അനുഭവിച്ചറിയാം, അത് ഫീൽ ചെയ്യുക. അതിലാണ് ഒരു ത്രില്ലുള്ളത്, അതാണ് ഒരു രസം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ വാത് കേൾക്കുന്നത് പോലെ ഇപ്പോൾ ആർക്കും കേൾക്കാനൊന്നും മടിയുമാണ്. ഒരുപാട് ഇങ്ങനെ കേട്ട് ഒരു മടുപ്പായിരിക്കുക. അപ്പോൾ ഒരായത്തെടുക്കുക, എന്നിട്ട് അതിലെന്താണുള്ളത് അത് നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്കതിൻ്റെ മാറ്റം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് നിരന്തരമായി അത് ലൈഫിൽ കൊണ്ടുപോവുക. അത് അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഖുർആനിലെ ആയത്തുകൾ കൊണ്ട് നമുക്ക് യൂസ്ഫുൾ ആവുന്നുള്ളൂ. അല്ലാതെ വെറുതെ പഠിക്കാൻ വേണ്ടി മാത്രം ഇത് കേൾക്കുക, മറക്കുക. കേട്ട് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ മറക്കും. അപ്പോൾ ആ കേട്ട കാര്യം, ആ മെയിൻ പോയിൻ്റ് ഡയറിയിൽ എഴുതി വെച്ചിട്ട് എനിക്കിത് അപ്ലൈ ചെയ്യണം, അത് ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതേപോലത്തെ തന്നെ നേരത്തെ പറഞ്ഞ ആയത്തിൽ പറഞ്ഞത് ഏറ്റവും നല്ലത് നമ്മൾ പിൻപറ്റുക. അപ്പോൾ ഏറ്റവും നല്ലതായിട്ട് തോന്നുന്ന
പോയിൻറ്റ്സ് നമ്മൾ കളക്ട് ചെയ്യുക, അത് ലൈഫിൽ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്ത് കൊണ്ടുപോവുക. അപ്പോഴെന്താ, നമുക്ക് വീണ്ടും വീണ്ടും കൂടുതൽ അറിയാനുള്ള ഒരു ജിജ്ഞാസ ഉണ്ടാകുകയും ചെയ്യും. പുതിയ പുതിയ നല്ല നല്ല പോയിൻറ്റുകൾ കിട്ടുമ്പോൾ നമ്മൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അത് എനിക്ക് അതും കൂടെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ലൈഫിലുണ്ടായിരുന്ന ആ ദുഃഖം ഇല്ലാതാവും. ഈ ദുഃഖങ്ങളെന്ന് പറയുന്നത് ലുലുമാത്താണ്, ഇരുട്ടാണ്, അത് അറിവില്ലായ്മയാണ്. അറിവ് വന്നു കഴിയുമ്പം അത് നമ്മുടെ കയ്യിൽ നിന്ന് അപ്രത്യക്ഷപ്പെടും. അപ്പോൾ ഈ ഉദാഹരണത്തിൽ പറയുന്നത്, അയാൾക്ക് ഒരുപാട് യജമാനന്മാരുണ്ട്, വേറൊരാൾക്ക് ഒരു യജമാനൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ ഉള്ള വ്യത്യാസം എന്തായിരിക്കും, അത് നമ്മൾ ആലോചിച്ച് മനസ്സിലാക്കുക. അപ്പം നമ്മൾ ഇത് വളരെ ചുരുക്കി പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് തന്നെ അറിയില്ല, നമ്മൾ വിശദമായിട്ട് വായിച്ച് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇപ്പോൾ ഓരോ ആൾക്കാരെയും നമ്മൾ അനുസരിക്കാൻ നിന്നാൽ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ ഇങ്ങനെ ചെയ്യാൻ പറയും, നമ്മളത് ചെയ്യും. എന്നിട്ട് അയാൾ പറഞ്ഞത് ചെയ്തില്ലെങ്കിൽ അയാൾക്ക് ദേഷ്യം വരും. അപ്പോൾ അയാളെ നമുക്ക് ഒരിക്കലും തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല. അതേപോലെ അയാളെ കൂടാതെ വേറൊരാളെ നമ്മൾ അയാളെ അനുസരിക്കേണ്ടി വരും. അങ്ങനെ എല്ലാവരെയും അനുസരിച്ച് തൃപ്തിപ്പെടുത്താൻ നോക്കി കഴിയുമ്പം നമ്മുടെ ലൈഫ് ആകെ സ്ട്രഗിളാവും. അയാളുടെ പ്രവൃത്തി കാരണം നമുക്കെന്താവും, മനോദുഃഖമുണ്ടാവും. ചിലർ നമ്മളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കും, ചിലർ നമ്മളെ ഒറ്റപ്പെടുത്തും, ചിലർ നമ്മളെ പാപ്പരാക്കും, ചിലരോ അടിമകളാക്കും. അങ്ങനെ പല പല പ്രതിസന്ധിയിൽ നമ്മളായി എല്ലാവരിൽ നിന്നും വരുന്ന എല്ലാ അക്രമവും നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. അതേസമയം നമ്മൾ തീരുമാനിക്കുകയാണ്, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്, അള്ളാഹു പറയുന്നതാണ് ഞാൻ അനുസരിക്കുന്നത്, അതിന് വിരുദ്ധമായി മറ്റാര് പറഞ്ഞാലും ഞാൻ അനുസരിക്കുകയില്ല എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിയുമ്പോൾ നമ്മുടെ ലൈഫ് വേറൊരു ഡയറക്ഷനിൽ പോകും. നിർഭയവും ശാന്തവുമായിരിക്കും, ആത്മശാന്തി ഉണ്ടാവും. ആ മാർഗത്തിൽ എന്തെല്ലാം അനുഭവിക്കേണ്ടി വന്നാലും അത് അള്ളാഹുവിൻ്റെ മാർഗത്തിലല്ലേ, അത് അള്ളാഹു നമുക്ക് അതിനുള്ള പ്രതിഫലം തരും. വളരെ സന്തോഷമായിട്ട് അവരിൽ വരുന്ന എല്ലാ കാര്യങ്ങളും അവർ നേരിടും, പരാതിയില്ലാതെ. ഇതൊരു വ്യക്തിയിലുണ്ടാകുന്നതാണ്. ഇനിയിപ്പോൾ ഒരു സമൂഹം നമ്മൾ ഇതിനായിട്ട് ഉണ്ടാക്കിയതാണെങ്കിലോ, ആ സമൂഹം ഒന്നടങ്കം, ആ രാജ്യം ഒന്നടങ്കം ഇതേ ഒരു തീമിലേക്ക് പോയി കഴിഞ്ഞാൽ ആ നാട്ടിൽ എന്തൊരു ശാന്തതയായിരിക്കും. ഇസ്ലാമിലെ നിയമം ഒന്നും അള്ളാഹു എങ്ങനെയാണ് നമുക്ക് വിരുദ്ധമായിട്ടൊന്നുമല്ല, എല്ലാ മനുഷ്യർക്കും അനുഗുണമായിട്ടാണ്. ഒരു മനുഷ്യൻ നല്ലൊരു സത്യവിശ്വാസി ആകുമ്പോൾ ഏറ്റവും കൂടുതൽ അയാളുടെ ചുറ്റുമുള്ള മനുഷ്യർക്കും അയാളിൽ നിന്ന് ഒരു ഉപദ്രവവും ഇല്ലാതെ വളരെ നല്ല രീതിയിൽ സമാധാനമായിട്ട് ജീവിക്കാൻ സാധിക്കും. കാരണം മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങൾ എല്ലാം അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്, സകല കാര്യങ്ങളും. അപ്പോൾ അക്രമം ഒന്നും പറയുന്നില്ല. അപ്പോൾ ഈ ദുനിയാവിൽ തന്നെ സമാധാനം ലഭിക്കുന്ന രീതിയിലാണ് ഇസ്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ താമസിക്കുന്ന രാജ്യം അങ്ങനെ അല്ല എന്നുകൊണ്ട് നമുക്ക് ഇസ്ലാമിക നിയമം പാലിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ വിചാരിക്കേണ്ട. നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യത്തിൽ കൈകടത്താൻ ആരും വരുന്നില്ല. എല്ലാവർക്കും റൈറ്റ് ഉണ്ട്, അവരവരുടെ കാര്യം വ്യക്തിപരമായിട്ട് തീരുമാനമെടുക്കുന്നത് എല്ലാം അത് നമ്മൾ പാലിക്കുക. ഇനി അഥവാ പിന്നെന്താ, ആ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുക. എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ, നമ്മൾ സ്വയം നന്നാക്കുക, നമ്മുടെ കുടുംബം, മക്കളെ അതേ രീതിയിൽ ചിട്ടയോടുകൂടി വളർത്താൻ നോക്കുക. ഇനി അഥവാ നമ്മൾ അതിന് പോലും ശ്രമിച്ചില്ലെങ്കിൽ ഇത് തീരെ ഇല്ലാണ്ടായി പോകും. ഇത് നമ്മളിപ്പോൾ ഒരു വ്യക്തി ഈ മാർഗം സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ വരുന്ന മാറ്റം എന്ന് വെച്ചാൽ എന്തായിരിക്കും? നമുക്ക് നല്ലൊരു പേഴ്സണാലിറ്റി ഉണ്ടാവും, നമുക്ക് സ്വന്തമായിട്ട് അഭിപ്രായം. അത് നമ്മുടെ സ്വന്തം അഭിപ്രായമല്ല, അള്ളാഹു നമുക്ക് നൽകിയതാണ്, നിയമങ്ങളാണ് എല്ലാ കാര്യങ്ങളും. എന്ത് ചെയ്യണം, എന്ത് ചെയ്യേണ്ട, എങ്ങനെ ചിന്തിക്കണം, എല്ലാ കാര്യവും. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായം എടുക്കാനുള്ള ഒരു സ്കില്ലുണ്ടാകുകയാണ്.
അതാണ് ഏറ്റവും വലിയ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവരിങ്ങനെ ചെയ്യാൻ പറയുമ്പോൾ അത് ചെയ്ത്, ഇവരിങ്ങനെ ചെയ്യാൻ പറയും അതങ്ങനെ ചെയ്ത്, സ്വന്തമായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരും പറയുന്നത് കേൾക്കും. നമുക്കറിയാൻ പറ്റും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എല്ലാം. പിന്നെ ആരെയൊക്കെയാണ് അനുസരിക്കേണ്ടത്, ആരെയൊക്കെ അനുസരിക്കാതിരിക്കണം. അപ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടും. നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറും. കാരണം എന്താ, നമ്മൾ അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ച് ചെയ്യുന്നതെല്ലാം മറ്റുള്ളവർക്ക് അനുഗുണമായ രീതിയിലായിരിക്കും. മറ്റുള്ളവരെ ആക്രമിക്കുന്ന രീതിയിൽ ഒരിക്കലും അള്ളാഹു നമ്മളോട് ഒന്നും കൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. തെറ്റ് ചെയ്താലായിരിക്കുമല്ലോ നമുക്ക് വിഷമം ഉണ്ടാകുക. പക്ഷേ മനസാക്ഷി മരവിച്ചവർക്കോ തെറ്റ് ചെയ്താലും വിഷമം ഉണ്ടാവില്ല. അവർ ആ തെറ്റിൽ തന്നെ ചരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ളവരിൽ നിന്ന് എന്ത് വന്നു കഴിഞ്ഞാലും നമ്മളെന്താ വിചാരിക്കേണ്ടത്, അത് നമ്മളെ ബാധിക്കില്ല, അത് അവരുടെ കുഴപ്പം കൊണ്ടാണ് എന്ന് വിചാരിക്കുക. നമ്മളത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, ഇഗ്നോർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് മറ്റൊരു രീതിയിലും എടുക്കാം. ഒരു ദൈവത്തിനെ അനുസരിക്കുന്നതും ഏതാണ്, ഒന്നിൽ കൂടുതൽ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരും, അവർ രണ്ടുപേരും ഒരേപോലെ ആകുമോ? അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് അള്ളാഹു നമുക്ക് ഈ കാര്യം വ്യക്തമാക്കി തരാം. അള്ളാഹുവിനെ കൂടാതെ മറ്റുള്ളവരോട് സഹായം ചോദിക്കുന്നവർ ചെയ്യുന്ന ഏറ്റവും വലിയ അക്രമം, സത്യം അവരുടെ മുമ്പിൽ അവതരിക്കപ്പെട്ടാൽ അത് സ്വീകരിക്കാൻ കൂട്ടാക്കാതെ ആ സത്യം അവതരിപ്പിച്ചവനെ കള്ളനെന്ന് മുദ്ര കുത്തുന്നു. അപ്പോൾ അവർക്ക് അത് ചിന്തിക്കാനുള്ള ഒരു ടൈം പോലും അവർ കൊടുക്കുന്നില്ല. ആദ്യം തന്നെ ഇതാരാണോ ഇവരുടെ അടുത്ത് വന്ന് പറയുന്നത് അവരെ ഇവർ കള്ളനെന്ന് മുദ്ര കുത്തും. അവരോടാണ് ഇവർക്ക് ദേഷ്യം വരുന്നത്. ഇത്തരക്കാർക്ക് നരകത്തിൽ സ്ഥാനമില്ലെന്നോ എന്നാണ് ആയത്തിൽ ചോദിക്കുന്നത്. അടുത്തത് വല്ലദീ ജാഅ ബിസ്സിദ്ഖി വസദ്ദഖ ബിഹി. ഒരാൾ സത്യവുമായി വരികയും ഒരു കൂട്ടർ അതിനെ സത്യമെന്ന് അംഗീകരിക്കുകയും ചെയ്തു, അവർ മാത്രമാവുന്നു ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുന്നവർ. റബ്ബിൻ്റെ സന്നിധിയിൽ അവർക്ക് ആഗ്രഹിക്കുന്നതൊക്കെയും ലഭിക്കുന്നു. അവർ ചെയ്ത തിന്മകളെ അള്ളാഹു അവരുടെ കണക്കിൽ നിന്ന് മായ്ച്ചു കളയുകയും ചെയ്യുന്നു. ഏറ്റവും വിശിഷ്ടമായ കാര്യങ്ങൾ പരിഗണിച്ച് അവർക്ക് പ്രതിഫലം നൽകുന്നു. അപ്പോൾ മിക്കവാറും മനുഷ്യർക്ക് രണ്ടവസ്ഥ ഉണ്ടാകാം. ചില സമയത്ത് അവരറിവില്ലാത്ത കാലഘട്ടത്തിൽ ഒരുപാട് തിന്മകൾ അവരുടെ അവിവേകം കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും അവർ പ്രവർത്തിച്ചിട്ടുണ്ടാകാം. അതിനുശേഷം അവർക്ക് ശരിയായ അറിവ് ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു, അതെല്ലാം ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തു തുടങ്ങി. അപ്പോൾ അള്ളാഹു എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ പണ്ട് ചെയ്തത് ഓർത്തിട്ട് ദുഃഖിക്കേണ്ട കാര്യമില്ല. അള്ളാഹു അതെല്ലാം പുറത്ത് മാപ്പാക്കിയിട്ട് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും നല്ല ഇതിന് അള്ളാഹു പ്രതിഫലം തരും. അങ്ങനെയാണ് റസൂലിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച പലരും തങ്ങളുടെ ജാഹിലിയ ഘട്ടത്തിൽ വിശ്വാസപരവും ധാർമ്മികവുമായ മഹാപാതകങ്ങൾ ചെയ്തിട്ടുള്ളവരായിരുന്നു. വിശ്വാസം കൈക്കൊണ്ടതോടെ നേരത്തെ അവർ അനുവർത്തിച്ചിരുന്ന തെറ്റായ വിശ്വാസങ്ങളും കർമ്മങ്ങളും വർജിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവതരിച്ച സത്യം സ്വീകരിക്കുകയും ചെയ്തു. ഇതിലുപരി അവരെല്ലാത്തിലും ഏറ്റവും നല്ല കർമ്മങ്ങൾ നിർവഹിക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് ജാഹിലിയ കാലത്ത് അവരിൽ നിന്നുണ്ടായ ദുഷ്കർമ്മങ്ങളെ അവരുടെ കണക്കിൽ നിന്നും മായ്ച്ചു കളയുമെന്നും അവർക്ക് പ്രതിഫലം നൽകുക അവരുടെ കർമ്മരേഖയിലെ ഏറ്റവും വിശിഷ്ടമായ കർമ്മങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കുമെന്നുമാണ് അള്ളാഹു പറയുന്നത്. അപ്പോൾ നമുക്കാണെങ്കിലും ശരിക്കും നമ്മുടെ സ്വഭാവങ്ങൾ ചേഞ്ച് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. പണ്ട് കാലത്ത് അവരൊക്കെ വളരെ നീചമായ രീതിയിലായിരിക്കും ജീവിച്ചത്. എന്നിട്ട് ഇത്ര പെട്ടെന്ന് അവർക്ക് മാറ്റമുണ്ടായി. അതേപോലെ തന്നെ നമ്മളിലും ശ്രമിച്ചാൽ, വേണമെന്ന് വെച്ചാൽ ഈസി ആയിട്ട് മാറാൻ സാധിക്കും. പിന്നെ അവർ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ നമ്മൾ അവഗണിച്ച് കഴിഞ്ഞാൽ അവരുടെ കോപം നമ്മളിൽ പതിക്കും എന്നുള്ള രീതിയിൽ നമ്മളെ ഭയപ്പെടുത്തും. അവരോട് ചോദിച്ചാൽ അവർ ആകാശഭൂമിയിലുള്ളതിനെയൊക്കെ സൃഷ്ടിച്ച ആരാന്ന് ചോദിച്ചാൽ അവർ ഉടനെ പറയും അള്ളാഹു ആണെന്ന്.
അങ്ങനെയാണെങ്കിൽ അവരോട് ചോദിക്കുക, യാഥാർത്ഥ്യം ഇതാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അള്ളാഹു എനിക്കൊരു ദുരിതമേൽപ്പിക്കണമെന്ന് ഇച്ഛിച്ചാൽ അള്ളാഹുവിനെ വെടിഞ്ഞ് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ദേവികൾ എനിക്കേർപ്പെട്ട ദുരിതം നീക്കിക്കളയുമോ? അല്ലെങ്കിൽ അള്ളാഹു എനിക്കൊരു അനുഗ്രഹം ഇച്ഛിച്ചാൽ ആ അനുഗ്രഹത്തെ തടയാൻ അവർക്കാകുമോ? ജനത്തോട് പറയുക, എന്തെന്നാൽ എനിക്ക് അള്ളാഹു തന്നെ എത്രയും മതിയായവനാകുന്നു, ഭരമേൽപ്പിക്കുന്നവൻ അവനിൽ തന്നെ ഭരമേൽപ്പിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ ഈ മലയാളത്തിൽ വായിക്കുന്നതിനേക്കാളും ഏറ്റവും ഈസി ആയിട്ട് നമ്മുടെ മനസ്സിൽ തട്ടുന്നത് അത് ഖുറാനിക് ആയ തന്നെ ഡയറക്റ്റ് പറയുന്നതായിരിക്കും. നമ്മളെപ്പോഴും കേൾക്കുന്ന ഫെമിലിയർ ആയിട്ടുള്ള ആയത്താണ്. ഇതാ ഇൻ അറാദനി അള്ളാഹു ബിദുർരിൻ ഹൽ ഹുന്ന കാശിഫാത്തു ദുർരി ഔ അറാദനി ബിറഹ്മത്തിൻ ഹൽ ഹുന്ന മുംസികാത്തു റഹ്മതി ഖുൽ ഹസ്ബിയല്ലാഹ് അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ. ഈ ഒരു ആയത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി അത് നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. അള്ളാഹുവിൽ തവക്കൽ ചെയ്യുക. അള്ളാഹു മതിയായവൻ എത്ര എനിക്ക് എന്നുള്ളൊരു വിശ്വാസം, അള്ളാഹു വിചാരിക്കാതെ മറ്റാർക്കും നമ്മളെ ഉപദ്രവിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു വിശ്വാസം. ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, മൻ അഹബ്ബ അയ്യകൂന അഖ്വന്നാസ് ഫൽയതവക്കൽ അലല്ലാഹ് വമൻ അഹബ്ബ അയ്യകൂന അഗ്നന്നാസി ഫൽയകുൻ ബിമാ ഫീ യദില്ലാഹി അസ്സ വജൽ ഔസഖ മിൻഹു ബിമാ ഫീ യദിഹി വമൻ അഹബ്ബ അയ്യകൂന അക്രമന്നാസി ഫൽയത്തഖില്ലാഹ അസ്സ വജൽ. ജനങ്ങളിൽ ഏറ്റവും ശക്തനാകണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യൻ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു കൊള്ളട്ടെ. ജനങ്ങളിൽ ഏറ്റവും ഐശ്വര്യവനാകണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യൻ തൻ്റെ കൈകളിലുള്ളതിനേക്കാൾ സർവപ്രതാപിയായ അള്ളാഹുവിൻ്റെ കൈകളിലുള്ളതിൽ വിശ്വാസമർപ്പിച്ചു കൊള്ളട്ടെ. ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനാകണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യൻ പ്രതാപവാനായ അള്ളാഹുവിനോട് ഭക്തിയുള്ളവനായിരിക്കട്ടെ. അടുത്ത ആയത്തിൽ പറയുന്നു, ഇവരോട് തുറന്നു പറയുക, എൻ്റെ ജനമേ, നിങ്ങളുടെ പ്രവർത്തനം കഴിവുംപടി നടത്തിക്കൊള്ളുക, ഞാൻ എൻ്റെ പ്രവർത്തനവും നടത്തിക്കൊള്ളാം. ആരുടെ നേരെയാണ് അപമാനകരമായ ദണ്ഡനം വരുന്നെത്തുന്നതെന്നും ആർക്കാണ് ഒരിക്കലും നീങ്ങിപ്പോകാത്ത ശിക്ഷ ലഭിക്കുന്നതെന്നും അടുത്ത് തന്നെ നിങ്ങൾ അറിയും. അപ്പോൾ നമ്മൾ അള്ളാഹുവിനെ കൂടാതെ മറ്റാരെയും ഭയപ്പെടാതിരുന്നു കഴിഞ്ഞാൽ അവർ നമ്മൾ ഉപദ്രവിക്കുക എന്നുള്ളൊരു യാതൊരു പേടിയും വേണ്ട. അത് വ്യക്തിപരമായാണെങ്കിലും രാഷ്ട്രീയപരമായ എങ്ങനെയാണെങ്കിലും അവർ ചെയ്യുന്നതെല്ലാം അള്ളാഹു കാണുന്നുണ്ട്. അപ്പം നമുക്കെതിരെ അള്ളാഹു അറിയാതെ ആർക്കും ഒരു ഉപദ്രവം ചെയ്യാനും സാധിക്കില്ല. ആ ഒരു ഉറച്ച വിശ്വാസത്തിൽ നിന്ന് അവർ ചെയ്യുന്നത് അവർ ചെയ്യട്ടെ, നമുക്ക് ചെയ്യാനുള്ളത് നമുക്കും ചെയ്യാം. അവസാനം അള്ളാഹു ആണ് അതിന് പ്രതിഫലം നൽകുന്നതും വിധി നിർണ്ണയിക്കുന്നതും. പിന്നീട് പറയുന്നു, ഇന്ന അൻസൽന അലൈക്കൽ കിതാബ ലിന്നാസി ബിൽ ഹഖ് ഫമൻ ഇഹ്തദാ ഫലിനഫ്സി വമൻ ളല്ല ഫഇന്നമാ യളില്ലു അലൈഹാ വമാ അൻത അലൈഹിം ബിവകീൽ. അവരെ നേർമാർഗത്തിലേക്ക് പിടിച്ചു കൊണ്ടുവരിക താങ്കളുടെ ചുമതലയല്ല, അവർക്ക് നേർമാർഗം കാണിച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. അനന്തരം അവർ ദുർമാർഗം തന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ താങ്കൾക്കതിൽ ഒരു ഉത്തരവാദിത്വവുമില്ല. ജസ്റ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ, അല്ലാതെ ആരെയും കമ്പൽ ചെയ്യേണ്ട. വമാ അൻത അലൈഹിം ബിവകീൽ. മനുഷ്യർക്ക് എപ്പോഴും വക്കീലാകാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും, ചുമതലക്കാരൻ രക്ഷാധികാരിയൊക്കെ ആകാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ. പക്ഷേ മനുഷ്യരുടെ ഒരു സ്വഭാവം, വലിയവരാണെങ്കിലും ചെറുതാണെങ്കിലും ആരെങ്കിലും അവരെ ഓവറായിട്ട് അടുക്കി ഭരിക്കുന്നത് ആർക്കും ഇഷ്ടമല്ല. അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇങ്ങനെ വീക്ഷിച്ച് അപ്പം അവരെങ്ങനെ പറഞ്ഞ് നടക്കുന്നത് ആർക്കും ഇഷ്ടപ്പെടില്ല. അങ്ങനെ പറഞ്ഞാൽ ആ പറയുന്നത് കൊണ്ട് ഒരു റിസൾട്ട് കിട്ടുകയില്ല. അപ്പോൾ നിരന്തരം ഒരു മനുഷ്യൻ്റെ പുറകെ പോകാതെ അവർക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അവരത് ചെയ്യും, നമ്മൾ ചെയ്യുന്നത് കാണിച്ചു കൊടുക്കുക, സ്നേഹത്തോടു കൂടി പറയുക, അമിതമായിട്ട് അവരുടെ പുറകെ നടക്കാതിരിക്കുക. എപ്പോഴും അവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക, അവർ ചെയ്യുന്നതെല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അതൊന്നും ആർക്കും ഇഷ്ടമല്ല. അള്ളാഹു ആണ് എല്ലാവരുടെയും വക്കീൽ, അള്ളാഹു ആണ് എന്നുള്ളൊരു ബോധ്യമാണ് നമുക്ക് വേണ്ടത്. മനുഷ്യരുടെ പുറകെ നടക്കുമ്പോൾ അവർക്ക് അതൊരു ഇൻസൾട്ടായിട്ട് തോന്നും, അത് അവർക്ക് ഇഷ്ടമാകില്ല.
അവർക്ക് അവരുടേതായ ഒരു സ്പേസ് കൊടുക്കുക, അവരുടേതായ ഒരു ഫ്രീഡം കൊടുക്കണം. നമ്മൾ അല്ലാതെ തന്നെ ഒന്ന് നോക്കിയാൽ മതി. ഓരോ സെക്കൻഡും പറഞ്ഞുകൊണ്ടിരിക്കാതെ അവരറിയാതെ അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ചെറിയ ചെറിയ തെറ്റുകൾ അവർ ചെയ്യും. അത് കഴിയുമ്പോൾ അവരതിൽ നിന്ന് മനസ്സിലാക്കി അവർ കറക്റ്റ് ചെയ്തോളും. അതിനുള്ള ടൈം നമ്മൾ അവർക്ക് കൊടുക്കണം. അവരത് എക്സ്പീരിയൻസ് ചെയ്ത് അവരത് മനസ്സിലാക്കും, അതിൽ നിന്ന് പഠിക്കും. നമുക്കെപ്പോഴും ഭയങ്കര പെർഫെക്റ്റ് ആകണം എന്നുള്ള രീതിയിൽ ആണ് നമ്മൾ അവരെ എപ്പോഴും പുറകെ നടക്കുന്നത്. മരണസമയത്ത് ആത്മാക്കളെ പിടിയിൽ ഒതുക്കുന്നതും ഇനിയും മരിച്ചിട്ടില്ലാത്തവരുടെ ആത്മാവിനെ നിദ്രയിൽ പിടിച്ചു വയ്ക്കുന്നതും അല്ലാഹു ആകുന്നു. പിന്നെ മരണം വിധിക്കപ്പെട്ടവർക്ക് അവൻ അതിനെ വിലക്കി നിർത്തുന്നു. മറ്റുള്ളവരുടെ ആത്മാക്കളെ നിശ്ചിത അവധി വരേക്ക് തിരിച്ചയക്കുകയും ചെയ്യുന്നു. ചിന്തിക്കുന്ന ജനത്തിന് ഇതിൽ മഹത്തായ ദൃഷ്ടാന്തമുണ്ട്. നിദ്രാവേളയിൽ ആത്മാവിനെ പിടിച്ചു വയ്ക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ സമയത്ത് ബോധം, വിചാരം, വിവേകം, ഗ്രഹണം, ഇച്ഛ തുടങ്ങിയ ശക്തികളിൽ നിന്ന് മോചിപ്പിക്കപ്പെടലാകുന്നു. മരിച്ച മാതിരി ഉറങ്ങുന്നു എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. മരണവും ജീവിതവും എപ്രകാരം തൻ്റെ ഹസ്തത്തിലാവുന്നു എന്ന് ഓരോ മനുഷ്യനെയും ബോധ്യപ്പെടുത്തുകയാണ് അള്ളാഹു ഈ വാക്യത്തിലൂടെ. രാത്രിയിൽ ഉറങ്ങാൻ പോകുമ്പോൾ ഒരാൾക്കും താൻ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമെന്ന് ഉറപ്പില്ല. ഒരു നാഴികയ്ക്കകം തനിക്ക് എന്തൊക്കെ ആപത്തുകൾ ഉണ്ടാകുമെന്ന് അറിയുന്നവരാരുമില്ല. അടുത്ത നിമിഷത്തിൽ താൻ ജീവിച്ചിരിക്കുമോ മരിച്ചു പോകുമോ എന്നും ആർക്കും അറിയില്ല. ഉണർന്നിരിക്കുകയോ ഉറങ്ങുകയോ ചെയ്യുന്ന, അല്ലെങ്കിൽ വീട്ടിലിരിക്കുകയോ പുറത്ത് നടക്കുകയോ ചെയ്യുന്ന ഏതവസരത്തിലും മനുഷ്യൻ്റെ ശരീരത്തിനുള്ളിലെ തകരാറുകളോ അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ഏതെങ്കിലും ആപത്തോ പെട്ടെന്ന് അവൻ്റെ മുന്നിൽ മരണദൂതൻ്റെ വേഷത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ദൈവത്തിൻ്റെ ഹസ്തത്തിൽ ഇത്രയും ദുർബലനായി കഴിയുന്ന മനുഷ്യൻ ആ ദൈവത്തെ വിസ്മരിക്കുകയോ ധിക്കരിക്കുകയോ ചെയ്യുന്നത് എത്ര കടുത്ത അവിവേകമാണ്. ശരിക്കും നമ്മൾ ഈ അഹങ്കാരികളാവുന്നതും തെറ്റ് ചെയ്യുന്നതും എല്ലാം മരണ ചിന്തയില്ലാത്തത് കൊണ്ടാണ്. മരണം എപ്പോഴും നമ്മളുമായിട്ട് നല്ല അടുത്തിരിക്കുന്നതാണ്. ഏത് സമയത്ത് വേണമെങ്കിലും സംഭവിക്കാം. അടുത്ത നിമിഷം നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. വീണ്ടും ശുപാർശകരെക്കുറിച്ചാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് യാതൊരു തെളിവും ഇല്ല വ്യക്തമായിട്ട്. അപ്പോൾ ആരാണോ നമുക്ക് ശുപാർശ ചെയ്യുന്നത് അവർക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളെക്കുറിച്ച് വ്യക്തമായിട്ട് അറിവുണ്ടായിരിക്കണം. പിന്നെ നമുക്ക് വേണ്ടിയിട്ട് ശുപാർശ ചെയ്യാൻ അവർക്ക് അള്ളാഹുവിൻ്റെ അനുമതി ലഭിക്കണം. ഇതിനൊന്നും ഒരു തെളിവും വ്യക്തതയില്ലാതെ നമ്മൾ ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ പലരെയും വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് അവിടെ പോയി കഴിയുമ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല.